ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊരു ടൈമാണ്. ഒരുപാട് മഴയും കെടുതികളൊക്കെ ഉള്ള സമയമാണ്. എല്ലാവരും സേഫായിരിക്കുക. ഇന്നൊരു പരിപ്പുവട റെസിപ്പിയാണ്. പരിപ്പ് ഞാൻ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പരിപ്പാണ്. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില, അതുപോലെ ചപ്പ് അതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചത് ഉണ്ടായിരുന്നു. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഈ പരിപ്പിലേക്ക് ചേർക്കാം. കടലപ്പരിപ്പാണ് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം ഒരു എന്താ പറയുക, എല്ലാം കൂടി ഇട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ഈ മഴക്കാലം തണുപ്പുള്ള സമയം എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയുള്ള ചെറുകടികളായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ ഒരല്പം ജീരകം ചതച്ചത് അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അല്പം കടലമാവ് ഇട്ടു. ഇതിലേക്ക് ഇതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് കുഴച്ചാൽ ഓക്കെ. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് വേറെ വെള്ളങ്ങളൊന്നും ചേർക്കണ്ട. ഈ ഉള്ളിയും എല്ലാം കൂടി പിന്നെ അരച്ചതും പരിപ്പ് അരച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് ആ ഒരു നനവിൽ തന്നെ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് എല്ലാ എരിവും ഉപ്പും എല്ലാം ഒരുപോലെ പാകമാക്കിയിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെക്കാം. ഇത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാം. മെയിനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു വടയുടെ ആകൃതിയിൽ ഇങ്ങനെ ഒറ്റക്കൈയാണ്, അതാണ്ടാണ് പ്രശ്നം. ഒരു കയ്യിൽ ഫോൺ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പോലെ കാണാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ചെറിയ രീതിക്ക് ഇങ്ങനെ പരത്തി വെക്കുക. നമ്മുടെ കയ്യിൻ്റെ രീതിക്ക് അനുസരിച്ചൊക്കെയാണ്. അതിന് പിന്നെ വേറെ സാമഗ്രികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടേതായ രീതിയിലുള്ള ഒരു പരിപ്പ് വടയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മൾ കടകളിലൊക്കെ ഇപ്പോൾ ഈ ടൈമിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഡിമാൻഡുള്ള സാധനങ്ങളാണ് പരിപ്പ് വട, ഉള്ളിവട. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലെത്തിട്ട് വറുത്തെടുക്കാം. ഇതിന് വേണ്ടി സൺഫ്ലവർ ഓയിലാണ്. അത് നന്നായിട്ട് ഇപ്പോൾ ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിടാം. ഓക്കെ. പിന്നെ നല്ല സ്പീഡിൽ വെക്കണ്ട, ഗ്യാസ് വെക്കണ്ട, സിമ്മാക്കി വെക്കുക. കാരണം ഇതൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നമ്മൾ സ്പീഡിലുണ്ടായോ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയുള്ളൂ. ഇതിങ്ങനെ ഒരു മീഡിയം സൈസിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇരുന്ന് വെന്ത് ഉള്ളും അകവും പുറയെല്ലാം നന്നായിട്ട് വെന്ത് ഒരു ചുവപ്പ് കളറിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഓരോന്നും നന്നായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ എല്ലാ ഭാഗം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരും. സിമ്മാക്കി ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. വീണ്ടും അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഫോണ് കയ്യിൽ നിന്ന് ഓഫായി പോയി. വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്നും കൂടി പ്രസൻറ്റ് ചെയ്യുകയാണ് പരിപ്പ് വട. അടുത്ത റൗണ്ട് ഞാൻ ഇതേപോലെ വറുക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല സിമ്മാക്കി വെക്കണം. എന്നെങ്കിൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് നന്നായിട്ട് വെന്ത് വരുള്ളൂ, അല്ലെങ്കിൽ വേവില്ല. ഫുള്ള് വേവാതെ പുറം മാത്രം ഒരു ബ്രൗൺ കളറാവില്ല. ഇനി ഇങ്ങനെ പതിയെ ഒരു ഭാഗം നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം വേവാൻ വേണ്ടി പതിയെ ഇങ്ങനെ ഓരോന്നായിട്ട് മറിച്ച് എല്ലാം സിമ്മിലാണ്.
കൂട്ടാനും പാടില്ല. ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല കളറിലൊക്കെ വന്ന് നല്ല മൊരിഞ്ഞ അടിപൊളി പരിപ്പ് വട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഈ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ ആണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട്. ഓക്കെ, ഞാനിതൊക്കെ ആക്കി കഴിഞ്ഞ് ഈ മഴ സമയത്ത് ഇങ്ങനെ ഒരു കട്ടൻ ചായയും നല്ല പൊരിഞ്ഞ പരിപ്പ് വടയും കൂട്ടി അടിച്ച അടിപൊളിയായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.